കടലേറ്റം രൂക്ഷമാകുമ്പോഴും എങ്ങുമെത്താതെ കൊല്ലത്തെ തീരസംരക്ഷണം. കടൽഭിത്തിയോ പുലിമുട്ടോ ഇല്ലാത്തതിനാൽ തീരദേശം ഏറെയും കടലെടുത്തു കഴിഞ്ഞു. തീരസംരക്ഷണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും ഇപ്പോഴും ഫയലുകളിൽ കെട്ടിക്കിടക്കുകയാണ്. സുനാമിക്ക് ശേഷമാണ് കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷമായത്. ആലപ്പാട് ഉൾപ്പെടെ നിരവധി പ്രദേശത്ത് തീരം ശോഷിച്ചില്ലാതാവുകയാണ്. 8 കിലോമീറ്ററോളം പ്രദേശമാണ് ഈ ഭാഗത്ത് കടലെടുത്തത്. എന്നിട്ടും തീരസംരക്ഷണത്തിന് സർക്കാരുകൾ വേണ്ട പരിഗണന നൽകുന്നില്ലെന്നാണ് തീരനിവാസികളുടെ ആക്ഷേപം. കൊല്ലത്തെ തീരദേശ മേഖലയിൽ പല വീടുകളും കടലെടുത്തതോടെ കിടപ്പാടം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു പലർക്കും. തീരദേശ റോഡുകളിലൂടെ വാഹനങ്ങൾ പോലും കടന്നുപോകുന്നത് ഏറെ ഭയത്തോടെയാണ്. കാക്കത്തോപ്പ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കടലേറ്റം മൂലം റോഡ് ശോഷിച്ചില്ലാതാവുകയാണ്. ആലപ്പാട് പ്രദേശത്ത് സമഗ്ര പുലിമുട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനായി സർക്കാർ 172 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. മന്ത്രിസഭയുടെ പ്രത്യേക അംഗീകാരം ലഭിക്കാത്തതാണ് ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കാൻ കാരണമെന്നാണ് സൂചന. ചെല്ലാനം മോഡൽ പദ്ധതി നടപ്പിലാക്കി കൊല്ലം കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലെ തീരദേശം സംരക്ഷിക്കണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, കൊല്ലം. കടലേറ്റം തടയാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ പാലിക്കാതെ കുന്നിടിച്ച് കടൽക്കരയിൽ കൊണ്ടിടും വിധത്തിലുള്ള ദീർഘവീക്ഷണമില്ലാത്ത മാർഗങ്ങൾ ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുമെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. തീരസംരക്ഷണ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയും കാലതാമസം വരുത്തിയാൽ തീരദേശത്തെ നിരവധി ജീവനുകൾക്ക് അധികാരികൾ ഉത്തരം പറയേണ്ടി വരുമെന്നും പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ്, ഇവിടെ പുലിമുട്ട് വേണം, പുലിമുട്ടോട് സീവാള് വേണം, ഈ ശക്തമായ തിരമാലകൾ ചേർക്കാൻ വേണം, അത് വേണമെന്നുള്ളത് നമുക്ക് എന്ന് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ചെയ്യുന്നത് മല ഇടിച്ചുകൊണ്ടെന്ന് ഈ കടൽ താക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാകുന്നില്ല. നമ്മൾ കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യയുടെ അതിർത്തിയായ ഈ ആലപ്പാട് പ്രദേശത്ത് ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു വിധത്തിലുള്ള സംരക്ഷണവും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്നും നിലനിൽക്കുകയാണ്. ഞങ്ങളെ തീരം സംരക്ഷിക്കണമെന്ന് ഞങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ അതിർത്തി സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിട്ട് പോലും കേന്ദ്രത്തിൻ്റെ 1 രൂപ പോലും ചെലവഴിക്കുന്നില്ല യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ചെല്ലാനം മോഡൽ, ചെല്ലാനത്ത് കടൽക്ഷോഭം തടയാൻ വേണ്ടി ചെയ്ത അതേ മോഡൽ ഈ പഞ്ചായത്തിൽ ചെയ്ത് അത് പ്രാവർത്തികമാക്കി തടയണമെന്നാണ് പറയാനുള്ളത്. കേരള സർക്കാർ 173 പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമായിട്ടില്ല. അതിൻ്റെ പാക്കേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നു. സുജിത്ത്, വർഷങ്ങളായുള്ള തീരദേശവാസികളുടെ ഈ ആവശ്യമാണ് തീരസംരക്ഷണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊന്നും നടപ്പാകാത്തത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ഒരു അലംഭാവം ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും ഉണ്ടാകുന്നത്? അമ്പിളി, കൊല്ലത്തെ കടലോര മേഖല കടലേറ്റ ഭീഷണിയിൽ വളരെ ബുദ്ധിമുട്ടുമ്പോഴും സർക്കാരുകൾ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഈ മേഖലയിൽ ശക്തമായി ഉയരുന്നത്. പുലിമുട്ട് നിർമ്മാണവും കടൽഭിത്തിയുടെ നിർമ്മാണവും ഒക്കെ തന്നെ എങ്ങുമെത്താത്ത അവസ്ഥ. ആലപ്പാടടക്കം 173 കോടിയുടെ പദ്ധതിയൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ പ്രദേശത്ത് ഇതുവരെയും വേണ്ട കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. സുനാമിക്ക് ശേഷം ഈ പ്രദേശത്ത് ഏതാണ്ട് 8 കിലോമീറ്ററോളം കടലെടുത്ത ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും ഈ പ്രദേശത്തെ 20 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ പ്രദേശത്ത് കടലേറ്റം തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഈ പ്രദേശത്തെ ആളുകൾ. പ്രത്യേകിച്ച് ജനപ്രതിനിധികളും പഞ്ചായത്തും ഒക്കെ തന്നെ പറയുന്നത് ഈ തീരദേശം സംരക്ഷിക്കേണ്ട ഒരു അവകാശവും അധികാരവും പ്രധാനമായും കേന്ദ്രത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതിർത്തി പ്രദേശം പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരുകളുടെ ഇടപെടലുകൾ ശക്തമാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി സുനാമി പോലെയുള്ള കടൽ പ്രക്ഷോഭമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിത സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഇനിയും കൂടുതൽ ജീവനുകൾ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. കൊല്ലത്ത് തന്നെ ഇരവിപുരം പോലെയുള്ള ശരി, കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രനാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.